ഹലോ, വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ ക്ലാസ്സിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ഡാറ്റ ടൈപ്സിലേക്ക് പോവാം. ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് മെയിനായിട്ട് 3 ബേസിക് ഡാറ്റ ടൈപ്സാണ് പഠിക്കാനുള്ളത്. 1 നമ്പർ, 2 സ്ട്രിങ്, 3 ബൂളിയൻ. അപ്പോൾ നമ്പർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ എല്ലാ നമ്പേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ C++ലൊക്കെ നമ്പേഴ്സിനെ തന്നെ വേറെയൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അവിടെ ഡാറ്റ ടൈപ്പുകൾ ഉണ്ടായിരുന്നത്. ഇൻറ്റിൽ ഇൻറ്റീജേഴ്സ് മാത്രം, പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സ് മാത്രം, ഫ്ലോട്ടിൽ പോയിൻ്റ് ഉള്ള നമ്പേഴ്സ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജാവാസ്ക്രിപ്റ്റിലെ നമ്പർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എല്ലാ ടൈപ്പ് നമ്പേഴ്സും അവിടെ ഈ നമ്പർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് എല്ലാ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സും, എല്ലാ ഇൻറ്റീജേഴ്സും, ഫ്ലോട്ട് വാല്യൂസും എല്ലാം നമുക്ക് നമ്പർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പായിട്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ഡാറ്റ ടൈപ്പാണ് സ്ട്രിങ്. നമുക്കറിയാം, ക്യാരക്ടേഴ്സോ നമ്പേഴ്സോ സിമ്പിൾസോ ഡബിൾ കോഡ്സിൽ എഴുതി കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആണ്. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അതൊരു ലെറ്റേഴ്സ് ആയിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാം കൂടിയുള്ള മിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ആയിക്കോട്ടെ, അത് ഡബിൾ കോഡ്സിലിട്ട് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിലെ സ്ട്രിങ് ഡാറ്റ ടൈപ്പായിട്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇവിടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. കേരള, വെൽക്കം, സ്കൂൾ, 1 2 3, മാർക്ക് 20, ABC, ഡോളർ, അതുപോലെ സനിൽ അറ്റ് 1 2 3. ഇതൊക്കെ എന്താണ്? നമ്മളുടെ സ്ട്രിങ്സ് ആണ്, കാരണം ഡബിൾ കോഡ്സ് ഉള്ളതുകൊണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ബൂളിയൻ. ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ട്രൂ ആൻഡ് ഫോൾസ് വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് 2 വാല്യൂസ് മാത്രമേ ബൂളിയൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ട്രൂവും ഫോൾസും. ഈ ഒരു ടേബിളിൽ നമ്മുടെ ഡാറ്റ ടൈപ്പും ഡിസ്ക്രിപ്ഷൻ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. സ്ട്രിങ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ്സ് ടെക്സ്റ്റുവൽ ഡാറ്റ, അതായത് ഡബിൾ കോഡ്സിൽ എഴുതുന്നത് ടെക്സ്റ്റുവൽ ഡാറ്റേനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എക്സാമ്പിൾസ് ആയിട്ട് തന്നിട്ടുണ്ട് ഹലോ വേൾഡ്. ഇതൊക്കെ എന്താണ്? ഡബിൾ കോഡ്സ് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിലാണ് ആ ടെക്സ്റ്റുവൽ ഡാറ്റയൊക്കെ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് നമ്പർ. നമ്പറിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കുന്നത് ആൻ ഇൻറ്റീജർ ഓർ എ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ്. അതായത് ഏത് നമ്പേഴ്സും, ഏത് ടൈപ്പ് ഓഫ് നമ്പേഴ്സും നമ്പർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് 3, 3.234 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ബൂളിയൻ എന്ന് പറയുന്നത് എനി ഓഫ് 2 വാല്യൂസ് ട്രൂ ഓർ ഫോൾസ്. എക്സാമ്പിൾസ് ട്രൂ, ഫോൾസ്. ആകെ ട്രൂ, ഫോൾസ് മാത്രമേ ബൂളിയൻ ടൈപ്പായിട്ട് നമുക്കുള്ളൂ. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് വാരിയബിൾസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. നമുക്ക് പുതുതായിട്ട് പറയുന്ന ആൾക്കാരെല്ലാ വാരിയബിൾസൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വാരിയബിൾസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. വാരിയബിൾ എന്ന് പറയുന്നത് എന്താ? ഒരു ഡാറ്റേനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന, അല്ലേ? ഒരു ഡാറ്റേനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു, ഇതുപോലെ. അപ്പോൾ നമുക്ക് ആ ഒരു വാരിയബിളിലേക്ക് നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. ആ ഒരു വാരിയബിളിൽ നിന്ന് നമുക്ക് ഡാറ്റേനെ റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പോൾ ഡാറ്റാസിനെ ഹോൾഡ് ചെയ്യുന്ന അവിടെയാണ് നമ്മൾ വാരിയബിൾസ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിലെ വാരിയബിൾസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിഫയർ, അതിനെയാണ് നമ്മൾ വാരിയബിൾസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മുന്നേ C++ലൊക്കെ ഒരു വാരിയബിളിനെ എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യാറ്? ഇപ്പോൾ ഇൻറ്റീജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് A, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് A, ക്യാർ ആണെങ്കിൽ ക്യാർ A, ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വന്നിരുന്നത്. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ var എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് വാരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുക. നമുക്കിവിടെ ഇൻറ്റ്, ഫ്ലോട്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഡാറ്റ ടൈപ്സ് ഇല്ല. സോ നമ്മൾ var എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് വേണം ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, var x സെമിക്കോളൻ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വാരിയബിളിനെ നമ്മളവിടെ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ var x നമ്മൾ കാണുമ്പോൾ എക്സിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നമുക്കറിയില്ല. എക്സ് നമ്പർ ആണോ അതോ സ്ട്രിങ് ആണോ ബൂളിയൻ ആണോ എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിനുള്ളൊരു ഗുണം, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ var യൂസ് ചെയ്തിട്ട് ഒരു വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ആ വാരിയബിളിലേക്ക് എപ്പോഴാണോ നമ്മളൊരു വാല്യൂവിനെ കൊടുക്കുന്നത്, ആ വാല്യൂവിൻ്റെ ഡാറ്റ ടൈപ്പ് ആയിരിക്കും ആ ഒരു വാരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ആവുക. ഇവിടെ തന്നിട്ടുണ്ട് വാർ എക്സ് കോമ വൈ സെമിക്കോളൻ എക്സ് ഈക്വൽ ടു 25 വൈ ഈക്വൽ ടു ഇന്ത്യ. അപ്പോൾ നമുക്കറിയാം ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ വാർ യൂസ് ചെയ്യണം. അപ്പോൾ വാർ യൂസ് ചെയ്തിട്ട് എക്സും വൈ നമ്മളവിടെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി എക്സ് ഈക്വൽ ടു 25, എക്സിലേക്ക് ഞാനൊരു 25 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെയും കൊടുത്തിട്ടുണ്ട്. വൈ എന്ന് പറയുന്ന വാരിയബിളിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വാല്യൂവിനും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും ഡാറ്റ ടൈപ്പ് അവിടെ നമുക്ക് കിട്ടി. നമ്മളൊരു വാല്യൂ ഇപ്പോൾ 25 എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ 25 എന്താ നമ്പറാണ്. അപ്പോൾ എക്സ് എന്തായി അവിടെ, അല്ലെങ്കിൽ എക്സിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായി, നമ്പർ ആയി. ഇനി വൈ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുത്തു. ഇന്ത്യ എന്ന് പറയുന്നത് എന്താ, സ്ട്രിങ് ആണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ വൈക്ക് കൊടുത്തപ്പോൾ വൈയുടെ ഡാറ്റ ടൈപ്പും അവിടെ എന്തായി മാറി, സ്ട്രിങ് ആയിട്ട് മാറി. അപ്പോൾ ഇത്രയാണ് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പം 3 ഡാറ്റ ടൈപ്സും വാരിയബിൾ എന്താണെന്നുള്ളതും നോക്കുക. വാരിയബിൾസ് വൺ വേർഡായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. ജാവാസ്ക്രിപ്റ്റിൽ വാരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഏത് കീവേഡ് യൂസ് ചെയ്തിട്ടാണെന്നുള്ളത് ചോദിച്ചിട്ട് വൺ വേർഡൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ വാർ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ജാവാസ്ക്രിപ്റ്റിൽ ഏത് ഡാറ്റയും അല്ലെങ്കിൽ ഏത് വാല്യൂ നമ്മൾ, അല്ലെങ്കിൽ വാരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ഈ വാരിയബിൾസും ഡാറ്റ ടൈപ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാംസ് കുറച്ച് നോക്കാം. ടു ഇല്ലസ്ട്രേറ്റ് ദ യൂസ് ഓഫ് വാരിയബിൾസ്, ഇവിടെ HTML ഹെഡ് ടൈറ്റിൽ ടാഗിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ടൈറ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഹെഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ബോഡി ഓപ്പൺ ചെയ്തു. സ്ക്രിപ്റ്റിൽ ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ABCDEF ഇത്രയും വാരിയബിൾസിനെ വാർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഓരോ വാല്യൂസിനും അല്ലെങ്കിൽ ഓരോ വാരിയബിൾസിനും നമ്മളൊരു വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട്. A ഈക്വൽ ടു 25, B ഈക്വൽ ടു 18.5, C ഈക്വൽ ടു ഇന്ത്യ, D ഈക്വൽ ടു ട്രൂ, E ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ ട്രൂ. ഇനി നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണ് ഓരോ വാരിയബിൾസിൻ്റെയും ടൈപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റിൽ A ഈസ് ഓഫ് ടൈപ്പ് എന്ന് പറയുന്ന മെസ്സേജ് വെച്ചു. എന്നിട്ട് ആ ടൈപ്പിനെ പ്രിൻ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ലൈനിൽ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ടൈപ്പ് ഓഫ് A, അതായത് ഒരു വാരിയബിളിൻ്റെ ടൈപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ടൈപ്പ് ഓഫ്. ടൈപ്പ് ഓഫിൽ നമ്മൾ ഏത് വാരിയബിൾ വെക്കുന്നോ അതിൻ്റെ ഡാറ്റ ടൈപ്പിനെ റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ A ഈസ് ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന മെസ്സേജ് കഴിഞ്ഞിട്ട് എയുടെ ടൈപ്പ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ടൈപ്പ് ഓഫ് A എന്ന് എഴുതി. അത് കഴിഞ്ഞ് ബിയുടെ കാണിക്കണം അല്ലേ. അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് BR ടാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് BR ടാഗ് വെച്ചിട്ടുണ്ട്. B ഈസ് ഓഫ് ടൈപ്പ് എന്ന് പറയുന്ന മെസ്സേജ് വെച്ചു. ബിയുടെ ടൈപ്പ് വരാനായിട്ട് നെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റിൽ ടൈപ്പ് ഓഫ് B എന്ന് എഴുതി. നെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റിൽ BR C ഈസ് ഓഫ് ടൈപ്പ് മെസ്സേജ് കാണിച്ചു. അതിൻ്റെ താഴെ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ടൈപ്പ് ഓഫ് C എന്ന് എഴുതി. അതിൻ്റെ നെക്സ്റ്റ് താഴെ ഡിയുടെ ടൈപ്പും അതുപോലെ ഇയുടെ ടൈപ്പും എഫിൻ്റെ ടൈപ്പും ഡിസ്പ്ലേ ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റിൻ്റെ കമാൻഡ്സുകൾ എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഇവിടെ ഫിഗർ 6.6ൽ നമ്മൾ എഴുതിയ അതേ രീതിയിലുള്ള പാറ്റേണിൽ ഔട്ട്പുട്ടിനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. A ഈസ് ഓഫ് ടൈപ്പ് നമ്പർ അല്ലേ. എയിൽ നമ്മൾ 25 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എയുടെ ടൈപ്പ് നമ്പറാണ്. B ഈസ് ഓഫ് ടൈപ്പ് നമ്പർ, ബിയിലുള്ളത് 18.5 ആണ്. സോ അതും നമ്പർ ഡാറ്റ ടൈപ്പാണ്. ഇനി C ഈസ് ഓഫ് ടൈപ്പ് സ്ട്രിങ്. സിക്ക് എന്താ കൊടുത്തിട്ടുള്ളത്, ഇന്ത്യ, അത് സ്ട്രിങ് അല്ലേ. അപ്പോൾ സിയുടെ ടൈപ്പ് സ്ട്രിങ് ആണെന്ന് കാണിച്ചു. D ഈസ് ഓഫ് ടൈപ്പ് ബൂളിയൻ. ഡിയിൽ നമ്മൾ ട്രൂ എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ട്രൂ ബൂളിയൻ വാല്യൂ ആണ്. സോ ഈ ഡിയുടെ ബൂളിയനാണ് ഡിസ്പ്ലേ ചെയ്തു. അടുത്തത് E ഈസ് ഓഫ് ടൈപ്പ് സ്ട്രിങ്. അതായത് ഇയിൽ നമ്മൾ ട്രൂ എന്നാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ട്രൂ എന്ന് പറയുന്നത് ഡബിൾ കോട്ട്സിൽ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രൂ ഒരിക്കലും ബൂളിയൻ അല്ല. ഡബിൾ കോട്ട്സ് ഇട്ടിട്ടുള്ളത് കൊണ്ട്
അതിനെ സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് എഫ് ഈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എസ് ഈസ് ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷേ എഫിന് നമ്മൾ വാല്യൂ ഇതിലായിട്ടും അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വാല്യൂ കൊടുക്കാത്തത് കൊണ്ട് എഫിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സോ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാരിയബിൾസിൻ്റെ ടൈപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് പ്രോഗ്രാമാണ് ടു ക്രിയേറ്റ് എ വെബ് പേജ് ടു ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു വെബ് പേജിൽ അത് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ HTML എഴുതി, ഹെഡ് എഴുതി, ടൈറ്റിൽ എഴുതി, ഹെഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതണത്. അപ്പോൾ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തതിൻ്റെ താഴെ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്, എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ എഴുതാണ്. ഫംഗ്ഷൻ ആഡ്, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? 2 നമ്പേഴ്സും വേണം, സമ്മിനെ സ്റ്റോർ ചെയ്യാനുള്ളൊരു വാരിയബിളും വേണം. അപ്പോൾ var m, n, sum 3 വാരിയബിൾസിനെ നമ്മൾ var യൂസ് ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്തു. m ഈക്വൽ ടു 20 എന്ന് കൊടുത്തിട്ടുണ്ട്, n ഈക്വൽ ടു 10 എന്നും കൊടുത്തിട്ടുണ്ട്, സം ഈക്വൽ ടു m+n എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമ്മിൽ m+n സ്റ്റോർ ആയിട്ടുണ്ടാവും. ശേഷം ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റിൽ സം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജിനെ കാണിച്ചു. എന്നിട്ട് ആ സമ്മിനെ ഡിസ്പ്ലേ ചെയ്യണം. അതിന് താഴെ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് സം എന്ന് എഴുതി, അതായത് ആ വാരിയബിളിൻ്റെ പേര് അവിടെ എഴുതി. അതിനുശേഷം ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് ടാഗ് എഴുതുക, ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എഴുതി, എന്നിട്ട് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ വരിക? ആദ്യം തന്നെ ഈ ഒരു വെബ് പേജിൽ ബോഡി സെക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുക. ബോഡി സെക്ഷനിൽ ആകെ കൂടിയുള്ളത് സ്ക്രിപ്റ്റ് ആണ്, അതിൻ്റെ ഉള്ളിലൊരു ഫംഗ്ഷൻ കോളാണ് ഉള്ളത്. ആഡിനെ കോൾ ചെയ്യും, നേരെ ഹെഡ് സെക്ഷനിൽ പോയി ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. അവിടെ സമ്മിൽ m+n ചെയ്ത് 30 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ സമ്മിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റിൽ സം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സം ഈക്വൽ ടു നമ്മുടെ വെബ് പേജിൽ വന്നു. അതിൻ്റെ താഴെ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റിൽ സം എന്ന് പറയുന്ന വാരിയബിൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് 30 എന്ന് പറയുന്ന വാല്യൂ നമുക്കത് വെബ് പേജിൽ കാണിച്ചു തന്നു.